ലഭ്യമായ വിവരങ്ങൾ പ്രകാരം അത്യാധുനിക സാങ്കേതിക വിദ്യയുള്ള മറ്റൊരു അമേരിക്കൻ വിമാനം കൂടി പശ്ചിമേഷ്യൻ മണ്ണിൽ തകർന്നു വീണിരിക്കുകയാണ്. ശത്രു രാജ്യങ്ങളുടെ റഡാറുകളിൽ പെടാത്ത തരത്തിലുള്ള സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ അവകാശപ്പെടുന്ന വിമാനങ്ങളാണ് ഇവ എന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വികസിതമായ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളിൽ ഒന്നിനെയാണ് ഇറാൻ രണ്ടാമതും വെടിവെച്ചിട്ടിരിക്കുന്നത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. പ്രതിരോധ മേഖലയിൽ അജയ്യർ എന്ന് കരുതിയിരുന്ന ഇത്തരം വിമാനങ്ങളെ എങ്ങനെയാണ് തകർക്കാൻ കഴിഞ്ഞത് എന്നത് സൈനിക നിരീക്ഷകരെ ഒന്നടങ്കം അത്ഭുതപ്പെടുത്തുന്നുണ്ട്. പ്രാദേശിക പ്രതിരോധ ഗ്രൂപ്പുകൾ വികസിപ്പിച്ചെടുത്ത മിസൈൽ സംവിധാനങ്ങളാണോ അതോ മറ്റു നൂതന സാങ്കേതിക വിദ്യകളാണോ ഇതിന് പിന്നിലെന്നതും ഇതുവരെയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ വിമാനം വെടിവെച്ചിട്ടതുകൊണ്ട് മാത്രം ഈ സൈനിക നീക്കം അവസാനിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തകർന്ന വിമാനങ്ങളിലെ പൈലറ്റുമാർക്കും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർക്കും സുരക്ഷിതമായി ഒളിച്ചിരിക്കാൻ തയ്യാറാക്കിയ സീക്രട്ട് ഹൈഡൌട്ടുകൾ അഥവാ രഹസ്യ താവളങ്ങളും പൂർണ്ണമായും തകർക്കപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഈ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ എങ്ങനെ ചോർന്നുവെന്നത് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ഇത്തരം സുരക്ഷിത കേന്ദ്രങ്ങൾ തകർക്കപ്പെടുന്നത് മേഖലയിലെ വിദേശ സൈനിക സാന്നിധ്യത്തിനേൽക്കുന്ന ഏറ്റവും വലിയ പ്രഹരങ്ങളിൽ ഒന്നാണ്. ഈ സംഭവങ്ങൾ വ്യക്തമായി വിരൽ ചൂണ്ടുന്നത് മേഖലയിലെ പ്രാദേശിക പ്രതിരോധ സേനകളുടെ അപ്രതീക്ഷിതമായ വളർച്ചയിലേക്കാണ്. ഇത്രയും കാലം വ്യോമാക്രമണങ്ങളിലൂടെ ആധിപത്യം ഉറപ്പിച്ചിരുന്ന വൻ ശക്തികൾക്ക് തങ്ങളുടെ അത്യാധുനിക വിമാനങ്ങൾ പോലും സുരക്ഷിതമല്ല എന്ന തിരിച്ചറിവ് വലിയ ആഘാതമാണ് നൽകുന്നത്. ഇത് വെറുമൊരു ആക്രമണമല്ല, മറിച്ച് തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന പ്രാദേശിക ശക്തികളുടെ വ്യക്തമായ പ്രഖ്യാപനം കൂടിയാണ്. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഡ്രോണുകളും കൃത്യതയാർന്ന മിസൈലുകളും ചെലുത്തുന്ന സ്വാധീനം ഇവിടെ ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ്.